If you are failing to plan, then you are planning to fail. So how to make a timetable? എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക? അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലായിക്കോട്ടെ, 8ാം ക്ലാസ്സിലായിക്കോട്ടെ, 10ാം ക്ലാസ്സിലായിക്കോട്ടെ, +2 ഈവൻ കോളേജിലായിക്കോട്ടെ, ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കാം? അതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറ് മോട്ടിവേഷണൽ സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻസ് വരികയും ചെയ്യും. ഓക്കെ, സോ ടൈം ടേബിൾ ഈസ് റിയലി എ ക്രൂഷ്യൽ തിങ് ഫോർ സ്റ്റുഡൻസ്. നമ്മുടെ ടൈമൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ടൈം ടേബിൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടൈം ടേബിളിൻ്റെ മറ്റ് ചില ബെനിഫിറ്റ്സ് ആണ്, നമുക്ക് നമ്മുടെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെഡ് ലൈനിന് മുമ്പ് നമ്മുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് നല്ലൊരു സ്റ്റഡി റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ അവസാന നിമിഷത്തിലുള്ള ചില ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊക്കെ അവോയ്ഡ് ചെയ്യാം, സ്ട്രെസ് കുറയ്ക്കാം. അങ്ങനെ കുറേയേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു ബേസിക് ടൈം ടേബിൾ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, ബ്രോ ഞാൻ 8ാം ക്ലാസ്സിലാണ്, എനിക്ക് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ, ഞാൻ 10th-ലാണ്, എനിക്ക് പറ്റിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുമോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അതും നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സോ 6 സ്റ്റെപ്സിലൂടെ എങ്ങനെ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനു മുമ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന 100% ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ പേര് TAXAAL എന്നാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ബട്ടൺ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ യെസ് എന്ന് ടാപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര്, ബാങ്ക് അക്കൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന പേര് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, റെഫറൽ കോഡ് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടിക്ക് കൊടുക്കുക. ദെൻ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. സോ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പോപ്പുലർ ആയിട്ടുള്ളതും വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള റെഫറൽ കോഡ് വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 കോയിൻസ് നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതെന്താ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ പറയും. അപ്പോൾ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ പ്രഡിക്ഷൻ ശരിയാവുകയാണെങ്കിൽ നമ്മൾ എത്ര കോയിൻസ് വെച്ചിട്ടാണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 9 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ 10 രൂപ വെച്ചിട്ടാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ വിൻ ചെയ്യുകയാണെങ്കിൽ അത് 90 രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കളി. അങ്ങനെ നമ്മൾ വിൻ ചെയ്യുന്ന ക്യാഷ് നമ്മുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ റിഡീം ഓർ എൻ ക്യാഷ് കോയിൻസ് കണ്ടിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ആ ലിങ്കിൽ നിന്ന് അവരത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, ചെക്ക് യുവർ കറന്റ് ഷെഡ്യൂൾ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നൊന്ന് ആക്സസ് ചെയ്യുക, ഒന്ന് വിലയിരുത്തുക. അതായത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ക്ലാസ്സസ്, പലർക്കും പല സമയത്താണ് ഓൺലൈൻ ക്ലാസ്സസ്, ചിലർക്ക് ട്യൂഷൻ ഉണ്ട്, അപ്പോൾ ട്യൂഷൻ്റെ വക ഓൺലൈൻ ക്ലാസ് വേറെ ഉണ്ടാകും. അതുപോലെ എത്ര സമയം അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾ പഠിക്കാറ്, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എത്ര സമയം മാറ്റി വയ്ക്കുന്നുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, നിങ്ങളുടെ സമയം ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയുന്നത് എവിടെയാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. സ്റ്റെപ്പ് നമ്പർ 2, സെറ്റ് യുവർ അക്കാഡമിക് ഗോൾസ്. നമ്മളുടെ അക്കാഡമിക് ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് എന്തൊരു കാര്യം സക്സസ്ഫുൾ ആകണമെങ്കിൽ ശരി, നമുക്ക് ആദ്യം നല്ലൊരു ക്ലിയർ വിഷൻ അതിനെപ്പറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ 10th-ലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 10th-ൽ ഫുൾ A+ വാങ്ങിക്കണം, അതായിരിക്കണം നിങ്ങളുടെ വിഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര A+ വാങ്ങിക്കാൻ സാധിക്കുമോ അതായിരിക്കണം നിങ്ങളുടെ ഗോൾ. ഇപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഈ സെമസ്റ്ററിൽ അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ എനിക്ക് ഇത്ര % സ്കോർ ചെയ്യണം, അങ്ങനെ നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഗോൾ എത്രയാണോ, മാക്സിമം അക്കാഡമിക് ഗോൾ എന്താണോ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ലിസ്റ്റ് ഡെഡ് ലൈൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്.
അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ഡെഡ് ലൈൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക എന്നത്. കാരണം ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ ഡെഡ് ലൈൻസ് ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു കറക്റ്റ് ഡേറ്റിന് നന്നാക്കിയിട്ട് ഫിക്സ് ചെയ്യരുത്. എന്നാണോ കറക്റ്റ് ഡേറ്റ് അതിന് 1-2 ദിവസം മുമ്പായിട്ട് ഫിക്സ് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ മാർച്ച് മാസം 10 മുമ്പ് 10 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ മാർച്ച് 10 എന്ന് ഡെഡ് ലൈൻ ആക്കരുത്. അതിന് പകരം മാർച്ച് 8 മുമ്പായിട്ട് തീർക്കണം, അല്ലെങ്കിൽ മാർച്ച് 9 മുമ്പായിട്ട് തീർക്കണം. അങ്ങനെ 1-2 ദിവസം മുമ്പാക്കിയിട്ട് ഈ ഡെഡ് ലൈന് ഫിക്സ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്സും കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യണം. കമ്മിറ്റ്മെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴാണ്, ഏതൊക്കെ സമയമാണ്, എത്ര സമയം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല പാർട്ടീസ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യും, ആ കാര്യങ്ങളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 4, പ്രയോറിറ്റൈസ് യുവർ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോൾസും കമ്മിറ്റ്മെന്റ്സും ഡെഡ് ലൈൻസും എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നതാണ്. ഇത് ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏതാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, ഏതാണ് ഞാൻ ആദ്യം ചെയ്ത് തീർക്കേണ്ടത്, ഏതാണ് ഞാൻ അവസാനം ചെയ്ത് തീർക്കേണ്ടത്, അത്തരത്തിൽ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനെ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതായത് 1 എന്ന് പറയുന്നത് തീരെ പ്രയോറിറ്റി കുറവുള്ളതാണ്, അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ. 2 ആകുമ്പോൾ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൂടും, 3 ആകുമ്പോൾ ഒന്നുകൂടി പ്രയോറിറ്റി കൂടും. അങ്ങനെ 5 എത്തുമ്പോൾ 5ാമത്തെ നമ്പറിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അതായത് ഏതൊരു കാര്യമാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യം, അതിന് നേരെ ഈ 5 എന്ന നമ്പർ ഇടുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 5, ഫിക്സ് യുവർ ഫോർമാറ്റ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഫോർമാറ്റ് ഫിക്സ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ചില സ്റ്റുഡൻസ് ഒക്കെ പല ആപ്ലിക്കേഷൻസ് ഫോണിലൊക്കെ തന്നെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാറ്. പക്ഷേ മറ്റു ചിലരൊക്കെ ഇപ്പോഴും പേപ്പറിൽ തന്നെയാണ് കോളമൊക്കെ വരച്ചിട്ട് പേപ്പറിൽ തന്നെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈം ടേബിളിൻ്റെ ബേസിക് മോഡൽ നല്ലൊരു ടെംപ്ലേറ്റ് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണം, അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് JPEG ആയിട്ടോ PDF ആയിട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ പേപ്പറിലേക്ക് വരച്ചെടുക്കാം. ആൻഡ് ദാറ്റ്സ് യുവർ ചോയ്സ്, ബട്ട് എനിവേ യു ഹാവ് ടു ഫിക്സ് യുവർ ഫോർമാറ്റ്സ്. അങ്ങനെ അവസാനമായിട്ട് സ്റ്റെപ്പ് നമ്പർ 6, ഷെഡ്യൂൾ യുവർ ക്ലാസ്സസ്, സ്റ്റഡി സെഷൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളതിൽ നല്ലൊരു ടെംപ്ലേറ്റ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യുക എന്നത്. ഇപ്പോൾ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, അതായത് നിങ്ങൾക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഷെഡ്യൂൾ ചെയ്യുക, ഒരിക്കലും ഓവർലോഡ് ചെയ്യരുത്. കാരണം ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഫോളോ ചെയ്യും, പക്ഷേ പിന്നെ നമ്മൾ ആ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിൽ ടോട്ടൽ ഫെയിൽ ആയി പോകും. അതുകൊണ്ട് അതിന് നിൽക്കരുത്, നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഇങ്ങനെയാണ് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റെപ്സിലൂടെ നല്ലൊരു ടൈം ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എക്സാംസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെ മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. So that's it friends, thank you so much for watching, have a nice day.